ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ അനൂപ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഉണക്കമീൻ ചമ്മന്തിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ചമ്മന്തികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഉണക്കമീൻ ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതിനകത്ത് ഒരു വെറൈറ്റി ഉണക്കമീൻ ചമ്മന്തിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചമ്മന്തിയുടെ ഈ സംഭവം നമുക്ക് നല്ല എന്താ പറയുന്നത് ചോറിൻ്റെ കൂടെയും നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ചമ്മന്തി. അപ്പോൾ ചോറൊക്കെ കഴിക്കാണ്ട് ഈ ചമ്മന്തിയും ഒരു അല്പം തൈരും ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്ലേറ്റ് ചോറൊക്കെ സുഖമായിട്ട് നമ്മൾ പറ്റും. നല്ല അടിപൊളി സാധനമാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, ഇതൊരു 7-8 കൊച്ചുള്ളി ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു വെളുത്തുള്ളി 2 പീസായിട്ട് കീറി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇതൊരു 7-8 പീസ് വറ്റൽമുളകുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ ഉണക്കമീന. ഇത് നമ്മൾ കടവരാറാണ് എടുത്തേക്കുന്നത്. ഇത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. പിന്നെ കടുകാണ്. കടുക് നമ്മൾ ആവശ്യത്തിന് ഉള്ള കടുക്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചീകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പീര ആദ്യം ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞാൽ അരമുറി തേങ്ങയാണ് നമ്മൾ പീര എടുത്തേക്കുന്നത്. ഇപ്പം തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം ഇതിലേക്ക് 4 പച്ചമുളക്. നേരത്തെ നമ്മളിവിടെ കൊച്ചുള്ളി കുറച്ച് കൊച്ചുള്ളി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം എടുക്കണം. അതിൻ്റെ പകുതി നമ്മൾ ഇതിനകത്തിട്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് വെച്ചിരുന്ന ഇഞ്ചി. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇതിന് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി. ഇത്ര ഐറ്റം കൂടെ ഇട്ടതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കേട്ടോ, അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇത് നമ്മൾ ലോ സ്പീഡിലിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. ഇത് ചതച്ചതിന് ശേഷം ഇതുണ്ട്, ഇത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക മഞ്ഞപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും ഇട്ട് ജസ്റ്റ് വറുത്ത് വെച്ചേക്കുന്ന മീനാണിത്. ഇതും കൂടെ നമുക്ക് ഈ മിക്സിക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനും തേങ്ങ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കൂടി ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാന് ജസ്റ്റ് അടുപ്പിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നോട് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ആ എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഒന്ന് ചൂടാകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് നമ്മുടെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇതിന് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബാക്കി കൊച്ചുള്ളി, ഒരല്ലി നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇത്ര ഐറ്റം കൂടെ ഇതിനകത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഉള്ളിയും നമ്മുടെ വറ്റൽമുളക് ഒന്ന് കളർ മാറി വരുന്ന പരുവത്തിനാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം നല്ല അടിപൊളിയായിട്ട് മൂത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് വെച്ച് നമ്മുടെ തേങ്ങയും നമ്മുടെ എന്താ പറയുന്നത് ഉണക്കമീനും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പം ഇതെല്ലാം കൂടെ നമുക്കിതൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ശകലം പോലെ വെള്ളമോ പുളിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇതേപോലെ ജസ്റ്റ് ആ തേങ്ങയ്ക്കകത്തുള്ള ആ തേങ്ങയുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇപ്പൊ ആ ഒരു തേങ്ങയ്ക്ക് ചെറിയൊരു നനവ് മായം പോലെ ഉണ്ട്. അതിനകത്തുള്ള ആ തേങ്ങയ്ക്കകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ അംശം എല്ലാം ഒന്ന് വറ്റി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ അതായത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ നല്ല അടിപൊളി മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു ഐറ്റവും കൂടി എന്ന് പറഞ്ഞാൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ ഉണക്കമീൻ ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. വേണ്ട, അപ്പോൾ ഇത്ര ഉപ്പും കൂടെ ചേർത്തോടെ ജസ്റ്റ് ഇനി നമുക്കൊന്ന് ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റാണിത്. നല്ല ചോറ് കഴിക്കാനായിട്ട്, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്, നല്ല ചോറിൻ്റെ കൂടെ നമ്മുടെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയായത്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി ചമ്മന്തിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഡിഷ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ചമ്മന്തിയാണിത്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീടുകളിൽ പരീക്ഷിച്ച് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് 100% ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓക്കെ, ബൈ.